കോന്നിയിലെ പാറമട അപകടത്തിൽ കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സജീവമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ വളരെ സങ്കീർണമായ തെരച്ചിൽ പ്രക്രിയയാണ് നടത്താനുള്ളത്. അതിന്റെ ഭാഗമായി 2 യന്ത്രങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഒന്നൊരു ബുൾഡോസറും ഒന്ന് ശേഷി കൂടുതലുള്ള ഒരു ക്രെയിനുമാണ്. പാറ ഇപ്പോഴും ഇടിഞ്ഞു വീഴുന്നു എന്നത് വലിയ ആശങ്കാജനകമായ ഒരു കാര്യമായി തുടരുന്നു. വലിയ പാറ ഇളകി വീഴുമോ എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിലാൽ, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതിൽ പിന്നെ വീണ്ടും പാറ ഇളകി വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ അവസാനം സംസാരിച്ചതിന് ശേഷമുള്ള കഴിഞ്ഞ മിനിറ്റുകളിൽ യാതൊന്നും അപകടകരമായ സ്ഥിതി സംഭവിച്ചിട്ടില്ല. പക്ഷേ ഏത് സമയവും അത് സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് ക്രെയിനും അതോടൊപ്പം തന്നെ വലിയ ബുൾഡോസറുകളൊന്നും എത്തിച്ച ശേഷം മാത്രമായിരിക്കും. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ജിബിൻ ജെ ബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കുന്നത്? കളക്ടറോട് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ചതനുസരിച്ച് ഇപ്പോൾ നിലവിൽ ദൗത്യ സംഘം താഴേക്ക് ഇറങ്ങിയതെന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ വീണിട്ടുള്ള ക്യാബിന്റെ മുകൾ വശത്തുള്ള പാറകഷ്ണങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി, അതായത് മനുഷ്യശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് നീക്കാൻ പറ്റുന്ന പാറകഷ്ണങ്ങൾ നീക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങിയത്. അതിനുശേഷം ഇവർ റോപ്പ് ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ പവറുള്ള ഒരു ക്രെയിനാണ്, കൂടുതൽ ശേഷിയുള്ള ക്രെയിനാണ്. അപ്പോൾ ആ ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിച്ച ശേഷം ഈ ടഗ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അവിടെ നിന്ന് താഴേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ക്രെയിൻ ഉപയോഗിച്ചും ഈ മൺമാന്തി യന്ത്രത്തെ ഇവിടെ നിന്ന് ഈ ബുൾഡോസറിനെ മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രം ആലപ്പുഴയിൽ ഒരു വലിയ ഹിറ്റാച്ചി ഉണ്ട്. അത് ജില്ലാ കളക്ടറോട് സംസാരിച്ചു. അവിടുത്തെ ജില്ലാ കളക്ടറോട് പത്തനംതിട്ട ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സംസാരിച്ച് അതും കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പ്രദേശവാസി കൂടിയാണ് മാതൃഭൂമി പ്രതിനിധി പ്രദീപ്. നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലൊരു അപകടം ആദ്യമാണ്. രക്ഷാദൗത്യം കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും. അതെ, കോന്നി മേഖലയിലെ പാറമടകളിൽ ഇതിനു മുമ്പും മണ്ണ് വീണും അപകടങ്ങളുണ്ടായ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഉടൻ തന്നെ പുറത്തെടുത്തിട്ട് തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യം നടത്തും. പക്ഷേ ഇതുപോലെ ഒരാൾ ഒരു ദിവസം 10-24 മണിക്കൂർ ഇങ്ങനെ കിടക്കുന്ന ഒരു ആദ്യമായിട്ടൊരു സംഭവമാണ്. തന്നെയല്ല, ഇത് കേരളത്തിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണുന്നത്. തന്നെയാണ് നമുക്കൊന്നും വലിയ പരിചിതമല്ലാത്ത ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. കോന്നിയിലാണ് പാറക്വാറി ഇടിഞ്ഞ് വീണാണ് 2 പേർക്ക് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആളിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ യന്ത്ര സാമഗ്രികൾ കൂടി അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് നിലവിൽ ലഭ്യമാകുന്നത്. അഭിലാൽ, പറയൂ. എടുക്കേണ്ടതാണ് ആവശ്യം. ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ച ശേഷമുള്ള ദൗത്യമാണ്. ഒരുപക്ഷെ അത് വളരെ വേഗത്തിൽ സാധ്യമാകാൻ സാധ്യതയുണ്ട്. കാരണം ആലപ്പുഴയിൽ നിന്നാണ് യന്ത്രസാമഗ്രികളിൽ ഒന്ന് വരേണ്ടത്, മറ്റൊന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഏതാനും മണിക്കൂറുകൾ സമയം വേണ്ടിവരും. ചുരുങ്ങിയത് 2 മണിക്കൂർ അധിക സമയം വേണ്ടിവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഉച്ചയോടടുത്ത് മാത്രമേ പുനരാരംഭിക്കാൻ കഴിയൂ.